ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് സായിദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഹൈദരലി ഇൻ്റർനാഷണൽ എയർപോർട്ട് പോകുന്ന വീഡിയോ പിന്നെ അസർബൈജാനത്തെ കുറച്ച് കാഴ്ചകളുമാണ് നമ്മൾ ഇന്നത്തെ ബ്ലോഗായിട്ടിട്ടിരിക്കുന്നത്. അസർബൈജാനിലോട്ട് പോകാൻ നമുക്ക് വിസ എടുക്കേണ്ടതുണ്ട്. നമുക്ക് ഇ വിസ ആയിട്ടും എടുക്കാം, പിന്നെ അവിടെ പോയിട്ട് വിസ ഓൺ അറൈവലും എടുക്കാൻ പറ്റും. GCC റെസിഡൻസിനും അതുപോലെ ഇന്ത്യൻസിനും വിസ ഓൺ അറൈവലാണ്. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഇ വിസ ആയിട്ട് എടുത്തു പോകുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ എയർപോർട്ടിൽ പോയിട്ട് ക്യൂ നിൽക്കേണ്ടി വരും. അസർബൈജാൻ വിസ എടുക്കാൻ നമുക്ക് നമ്മുടെ പാസ്പോർട്ടും പിന്നെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ അഡ്രസ്സുമാണ് അവർ ചോദിക്കുന്നത് മെയിനായിട്ട്. ഈ വിസയ്ക്ക് അവർ ചാർജ് ചെയ്യണത് $20 പിന്നെ ഒരു പ്രോസസ്സിങ് ഫീ ആയിട്ട് ഒരു $5 ചാർജ് ചെയ്യുന്നുണ്ട്. ഇത് നോർമൽ ടൈപ്പ് ആണെങ്കിൽ നമുക്കൊരു 2-3 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് നമുക്ക് വിസ കിട്ടുന്നതാണ്. അതല്ല അർജൻറ്റ് ബേസിസിലാണെങ്കിൽ വിത്തിൻ 3 hours നമുക്ക് വിസ കിട്ടും. പക്ഷേ എക്സ്ട്രാ ഒരു $40 കൂടി നമുക്ക് പേ ചെയ്യണം. പിന്നെ ഈ അസർബൈജാനി വിസ എന്ന് പറയുന്നത് 90 days നമുക്ക് വാലിഡിറ്റി ഉണ്ടാവും. പക്ഷേ അറ്റ് എ ടൈം നമുക്ക് 30 days അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. അസർബൈജാനി വിസ എടുത്തതിന് ശേഷം പിന്നെ ആൾക്കാർക്ക് ഒരു ഡൗട്ട് വരുന്നത് ട്രാവൽ ഇൻഷുറൻസ് വേണോ എന്നാണ്. ട്രാവൽ ഇൻഷുറൻസ് മാൻഡേറ്ററി അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഞങ്ങൾ എടുക്കാതെയാണ് അസർബൈജാനിലോട്ട് പോയത്. ഞങ്ങളോട് അവർ ചോദിക്കുകയൊന്നും ചെയ്തില്ല. അസർബൈജാനിലോട്ട് പോകാൻ നമ്മൾ വിസ എയർ ഫ്ലൈറ്റാണ് ചൂസ് ചെയ്തത്. നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് അസർബൈജാനിലോട്ട് പോകാൻ പറ്റും. പക്ഷേ ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ സാധാരണ അവരെ നോർമൽ ടിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൽ 10 kg ഒരു ക്യാബിൻ ബാഗേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 40, 30, 20 ആണ്. ഈ സൈസിൽ നമുക്ക് 10 kg കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന ഒരു കാര്യമല്ല. കാരണം അവർ ബാഗേജ് സൈസ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ എക്സ്ട്രാ ലഗേജ് എടുക്കുന്നതായിരിക്കും നല്ലത്. നോർമൽ ടിക്കറ്റ് അല്ലാതെ പിന്നെ വിസ് ഡിസ്കൗണ്ട് ക്ലബ്ബും വിസ് പ്രയോറിറ്റി പറഞ്ഞിട്ട് 2 ഓപ്ഷനും കൂടിയുണ്ട്. ഇതുവഴി ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ബാഗേജും കിട്ടും. വിസ് ഡിസ്കൗണ്ട് ക്ലബ്ബിലൊക്കെ നമുക്ക് സീറ്റും ചൂസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ അവർ റാൻഡം ആയിട്ടാണ് സീറ്റ് നമുക്ക് അസൈൻ ചെയ്ത് തരിക. അതുപോലെ ഈ വിസ എയർ ഫ്ലൈറ്റ് എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞപ്പോൾ 3 hours ബിഫോർ ഓൺലൈനായിട്ട് നമുക്ക് ചെക്ക് ഇൻ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ കൗണ്ടറിൽ പോയിട്ട് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. അസർബൈജാനി കറൻസി എന്ന് പറയുന്നത് മന്നത്താണ്. നമ്മുടെ UAE ദിറംസ് അവിടെ ക്യാഷായിട്ട് അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ നമ്മുടെ ATM കാർഡ്, അതായത് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡൊക്കെ അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതും എല്ലാ സ്ഥലത്തും അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇവിടുന്ന് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ നമ്മൾ ദിറംസ് മാറ്റിയിട്ട് ഡോളറായിട്ടോ അല്ലെങ്കിൽ മന്നത്തായിട്ടോ കരുതിയിട്ട് വേണം പോവാൻ. അവിടുത്തെ ഒരുവിധം എക്സ്ചേഞ്ചിലൊക്കെ അവർ ഡോളറും യൂറോ, മന്നത്ത് അങ്ങനെയൊക്കെയാണ് നമുക്ക് അവൈലബിൾ ഉള്ളൂ. നമ്മുടെ ദിറംസ് എല്ലാ എക്സ്ചേഞ്ചിലും മാറ്റി കിട്ടില്ല. മെയിനായിട്ട് അവർ ബാങ്കിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ ദിറംസ് എടുക്കില്ല, നമ്മളോട് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ ഇവിടുത്തേനെക്കാട്ടിയും നഷ്ടമാണ്. അവിടുന്ന് ഞങ്ങൾ എക്സ്ചേഞ്ച് റേറ്റ് നോക്കുമ്പോൾ നമുക്ക് UAE നിന്ന് മാറ്റുന്നത് തന്നെ ആയിരിക്കും നല്ലത്. നമ്മുടെ അസർബൈജാൻ ട്രിപ്പ് എന്ന് പറയുന്നത് 5 nights 6 days ഒരു പ്ലാനാണ്. ഞങ്ങൾ ഓൾറെഡി അവിടെ അക്കോമഡേഷനൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അഗോഡ ആൻഡ് booking.com വഴിയാണ് എല്ലാം ഞങ്ങൾ ബുക്ക് ചെയ്തത്. നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കുറച്ച് ഫേമസ് ആയ ഹോട്ടൽസ് നമ്മൾ റിവ്യൂസൊക്കെ നോക്കിയിട്ട് വേണം ബുക്ക് ചെയ്യാൻ. ചിലവർ പറഞ്ഞിട്ടുണ്ട് ഈ ചില ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഈ വളരെ ഫേമസ് അല്ലാത്ത ഹോട്ടലൊക്കെ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ബുക്ക് ചെയ്തിട്ട് അവിടെ പോയി നോക്കുമ്പോൾ ഹോട്ടൽ അവിടെ ഉണ്ടാവില്ല, വേറെ വല്ലവരും വീടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം booking.com ആണെങ്കിലും അഗോഡ ആണെങ്കിലും കുറച്ച് ഫേമസ് ആയത് കുറച്ച് റിവ്യൂസൊക്കെ ഉള്ള ഒരു ഹോട്ടൽ നോക്കിയിട്ട് ബുക്ക് ചെയ്യാം. അവിടെ 3 star, 4 star, 5 star അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. ഞങ്ങൾ 3 star ഹോട്ടൽസാണ്
ബുക്ക് ചെയ്തത്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, സ്റ്റേ ഒക്കെ അടിപൊളിയായിരുന്നു. അസർബൈജാനിലോട്ട് പോകുന്നത് പിന്നെ ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്പ് എന്ന് പറയുന്നത് ബോൾട്ട് ആപ്പാണ്. അതുപോലെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഡൗൺലോഡ് ചെയ്യണം. പിന്നെ നമ്മുടെ സാധാരണ ഗൂഗിൾ മാപ്സ് വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും. ബോൾട്ട് ആപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ യാങ്കോ പോലെ അവിടെ അവർ യൂസ് ചെയ്യുന്ന ഒരു ടാക്സിയുടെ ആപ്പാണ് ബോൾട്ട് ആപ്പ്. അതുവഴി നമുക്ക് വളരെ ചീപ്പായിട്ട് അടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് പോകാൻ പറ്റും. നമ്മളിപ്പോൾ ബുക്ക് ചെയ്താൽ 2-3 മിനിറ്റ്സ് കൊണ്ട് തന്നെ അവരെ വണ്ടി വരുന്നതാണ്. ഏത് കാർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അതിനനുസരിച്ചിട്ട് കംഫർട്ട്, ലക്ഷറി, പിന്നെ സൂപ്പർ ലക്ഷറി ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. വളരെ ഫാസ്റ്റാണ്. ഞങ്ങൾ 1-2 സ്ഥലത്ത് പോകാൻ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 ഫാമിലി ആയിട്ടാണ് പോയത്. അപ്പോൾ ഇത്രയും പേരുള്ളതുകൊണ്ട് ഞാൻ ബോൾട്ട് ആപ്പ് വിളിച്ചിട്ട് എല്ലാ സ്ഥലത്തേക്കും പോവുക പറഞ്ഞാൽ ഇത്രയും പേര് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയും കൊണ്ട് ബുദ്ധിമുട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാഗ്രാം വഴി ടൂർ ബൈജാൻ എന്ന് പറഞ്ഞ ഒരു കമ്പനീനെ കോൺടാക്റ്റ് ചെയ്തിട്ട് അവരുടെ ഒരു കാറാണ് അറേഞ്ച് ചെയ്തത്. നമ്മുടെ ട്രാവൽ ഐറ്റിനറിയൊക്കെ എവിടെയൊക്കെ പോകണം കറക്റ്റ് ഈ 6 ദിവസത്തെ പ്ലാന് കംപ്ലീറ്റ് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ട് അവരൊരു എമൗണ്ട് പറഞ്ഞു. അത് നമ്മൾ പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് ലാസ്റ്റ് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്ന വരെ അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ എയർപോർട്ടിൽ നിന്ന് സിം എടുക്കാൻ എങ്ങനെയാണ് ചാർജ് എന്ന് നോക്കി. പല ബ്ലോഗിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു സിമ്മ് പുറത്തുനിന്ന് എടുക്കണതാണ് ലാഭം. 30 മന്നത്ത് അല്ലെങ്കിൽ 40 മന്നത്ത് കൊണ്ടൊക്കെ 10 GB കിട്ടും. നമ്മൾ എയർപോർട്ടിൽ തന്നെ ഒരു കൗണ്ടറിൽ അസർസെൽ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ സിമ്മ് കണ്ടു. അതിന് 30 GBക്ക് 39 മന്നത്താണ് അവർ എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് തന്നെ 3 സിം എടുത്തു. അസർസെൽ അതുപോലെ ബാക്കൂസെൽ പറഞ്ഞിട്ട് 2 കമ്പനിയുണ്ട്. പക്ഷെ പൊതുവേ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അസർസെല്ലാണ് എല്ലായിടത്തും കവറേജ് കിട്ടുക എന്നറിഞ്ഞു. ഹൈദരാലി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടെർമിനൽ 2ലാണ് നമ്മൾ ഇറങ്ങിയത്. നമ്മൾ ഇറങ്ങുന്ന ഭാഗത്ത് തന്നെ നമ്മുടെ ടൂർ കമ്പനിയായ ടൂർ ബൈജാൻ്റെ ഡ്രൈവർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അപ്പം തന്നെ അവരുടെ കാറിൽ കയറിയിട്ട് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ പോലെ ഇവിടെയും പാർക്കിംഗ് ഫീ ഉണ്ട്. പക്ഷെ വളരെ ചീപ്പാണ്. 1 മന്നത്തുള്ളൂ 1 അവർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അസർബൈജാൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഓയിൽ ആൻഡ് ഗ്യാസ് ആണ്. ഇവിടെ പെട്രോളിനൊക്കെ 1 മന്നത്തുള്ളൂ. 1 ലിറ്ററിന് 1 മന്നത്ത്. അസർബൈജാനിൽ നമ്മുടെ ഈ ട്രിപ്പിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 നൈറ്റും 6 ഡേയ്സും ആണ് നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഫസ്റ്റ് 2 ഡേയ്സ് നമ്മൾ ബാക്കൂലൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. 3-മത്തെ ദിവസം ഗബാലയിൽ റൂമും പിന്നെ ലാസ്റ്റ് 2 ഡേയ്സ് വീണ്ടും ബാക്കൂലൊരു റൂമാണ് ബുക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൂമിലോട്ട് പോകാം സാധനങ്ങൾ വെക്കാൻ. അതിൻ്റെ മുമ്പ് ജസ്റ്റ് എല്ലാവർക്കും വിശക്കുന്നു പറഞ്ഞപ്പോൾ ഒരു നല്ല റെസ്റ്റോറൻറ്റ് പോവാം. നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റോ നമ്മൾ കഴിച്ചില്ല. വിസേറിൽ ഫുഡൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടിയിട്ട് ഒരുമിച്ചിട്ട് ആക്കാം എന്നുള്ളൊരു രീതിയിൽ ഒരു അടുത്തുള്ള നല്ല റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോകാൻ പറഞ്ഞു.
എയർപോർട്ടിൽ നിന്ന് കുറച്ച് നേരം എടുത്തു നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് എത്താൻ. ആ പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ UAE കാണുന്ന കുറേ ബിൽഡിങ്സ് ആ ടൈപ്പ് അല്ല ഇവിടെ ഒരു മിനി യൂറോപ്പ് സ്റ്റൈലാണ് ബിൽഡിങ്ങുകളാണെങ്കിലും നമുക്ക് റോഡിൽ നിന്നുള്ള ആ വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യൻ ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഡ്രൈവർ നമ്മൾ ഇവിടെ കൊണ്ടുപോയത്. നല്ല ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. പക്ഷേ അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട് ഫുഡിന്. ഇവിടെ നമുക്ക് ഇവരോട് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ ചായ എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ സുലൈമാനിയാണ് ഇവിടുന്ന്. അതിലൊരു ലെമണിൻ്റെ പീസ് ഇട്ട് തരും. നമുക്ക് ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് നോർത്ത് ഇന്ത്യൻ ഫുഡ്സാണ് അവൈലബിൾ. നമ്മളൊരു ബട്ടർ ചിക്കൻ മസാലയും ഒരു ചിക്കൻ ടിക്ക മസാലയും ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ അസർബൈജാനി ബ്രെഡും പിന്നെ ചപ്പാത്തി പോലെ ഒരു ഐറ്റവും. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് UAE ഫസ്റ്റായിട്ട് നമ്മളിവിടെ വന്ന് കയറിയുണ്ട്. ഫുഡിൻ്റെ പ്രൈസ് എന്ന് പറയാൻ ബട്ടർ ചിക്കൻ മസാല, ചിക്കൻ ടിക്ക മസാലയൊക്കെ 28 മന്നത്ത് ഓരോന്നിനും ചാർജ് ചെയ്യുന്നുണ്ട്. 28 മന്നത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 60 dirhams എബോവ് ആയി. ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഹോട്ടൽ റൂമിലോട്ട് പോയി ഒന്ന് ഫ്രഷായിട്ട് പുറത്തോട്ട് ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. ബാക്കുവിൽ ഫസ്റ്റ് 2 ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്തത് സീപ്പേൾ ഹോട്ടൽ ആണ്. ഇത് സെൻറ്ററിൽ നിന്ന് ഒരു 20-25 മിനിറ്റ്സ് ഡിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ 3 ഫാമിലി ഉണ്ട്, അതുകൊണ്ട് നമ്മൾ 3 റൂമായിട്ടാണ് ബുക്ക് ചെയ്തത്. ഡീലക്സ് ഡബിൾ റൂം, അതുപോലെ ഡീലക്സ് ട്രിപ്പിൾ ബെഡ്റൂം, അങ്ങനെയാണ് ചൂസ് ചെയ്തത്. നമ്മുടെ ഹോട്ടൽ റൂം നല്ല സ്പേഷ്യസ് ആയിരുന്നു. ഒരു ഡബിൾ ബെഡും ഒരു സിംഗിൾ ബെഡും ഉണ്ടായിരുന്നു. ഈ ഹോട്ടലിൽ 2 ഡേയ്സ് നമുക്ക് സ്റ്റേ ചെയ്യാനായത് 320 dirhams ആണ്, ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. അവരെല്ലാ ടാക്സ് അടക്കമാണ് ഈ എമൗണ്ട്. നമ്മൾ ട്രിപ്പിൾ റൂം സെലക്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും എമൗണ്ട് ആയത്. ഡബിൾ റൂമിന് 230 ആ റേഞ്ചേ വരുന്നുള്ളൂ 2 ഡേയ്സിന്. ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ആൾക്കാരെ എണ്ണം ഇവിടുത്തെ റിസപ്ഷനിൽ അവർ പ്രത്യേകം നോക്കുന്നുണ്ട്. നമ്മളെല്ലാവരുടെയും പാസ്പോർട്ട് വാങ്ങിയിട്ട് അവർ പ്രൂഫിനായിട്ട് നോക്കുന്നുണ്ട്. നമ്മുടെ ഏജ് ആയിരിക്കും അവർ ചെക്ക് ചെയ്യുന്നുണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫാമിലി ഒരു 4 പേരുള്ള ഒരു 2 കുട്ടികളും 2 പാരൻസും ആണെങ്കിൽ നമ്മുടെ കുട്ടികളുടെ വയസ്സ് എബോവ് 6 ഇയേഴ്സ് ആണെങ്കിൽ ചില ഹോട്ടലിലൊക്കെ അവർ അഡൽട്ടായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതിനുള്ള എക്സ്ട്രാ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഒന്നില്ലെങ്കിൽ എക്സ്ട്രാ ബെഡ്, അല്ലെങ്കിൽ നമ്മൾ റൂം ബുക്ക് ചെയ്യുമ്പോൾ തന്നെ 3 ആളുടെ റൂം 4 ആളുടെ റൂമൊക്കെ ബുക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ എക്സ്ട്രാ ബെഡിന് നമ്മൾ റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും അവർ ചെക്ക് ചെയ്തിട്ട് എക്സ്ട്രാ പേഴ്സൺ ഉണ്ടെങ്കിൽ അവരെ ഹോട്ടലിൻ്റെ ചാർജസ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരത് ചാർജ് ചെയ്യുന്നതാണ്. അഗോഡയിൽ നമ്മൾ റൂം ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചെക്കിംഗ് ടൈം 12 PM ആണ്. പക്ഷേ ഇവിടുത്തെ ഹോട്ടൽ ചെക്കിംഗ് ടൈം എന്ന് പറയുന്നത് 2 PM ആണ്. നമ്മൾ 1 മണിക്കാണ് ഇവിടെ എത്തിയത്.
അപ്പോൾ അവർ പറഞ്ഞു എക്സ്ട്രാ 10 ദിറംസ് വെച്ചിട്ട് ഓരോ റൂമിനും പേ ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ അഗോഡയുടെ ഡീറ്റെയിൽസ് കാണിച്ചു കൊടുത്തപ്പോഴാണ് അവർ ഓക്കെ എന്ന് പറഞ്ഞത്. റൂമൊക്കെ നല്ലതായിരുന്നു, പക്ഷേ റിസപ്ഷനിലുള്ളവരുടെ പെരുമാറ്റം നമുക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല. വേറൊന്നുമല്ല, ഈ റൂമിൽ ഒരു കെറ്റിൽ ഉണ്ടായിരുന്നു. ആ കെറ്റിൽ ഞങ്ങൾ ഓണാക്കുമ്പോൾ ചൂടാവുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ റിസപ്ഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞു. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു കെറ്റിൽ നിങ്ങൾക്ക് റൂം തരുമ്പോൾ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോൾ അത് വർക്ക് ചെയ്യണില്ലെങ്കിൽ അത് നിങ്ങളുടെ മിസ്റ്റേക്കാണ്, എക്സ്ട്രാ 20 മന്നത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും ഏർലി മോർണിംഗ് UAE സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എല്ലാവരും ടയേർഡായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു 3 hours റെസ്റ്റ് എടുത്തതിന് ശേഷം പുറത്തോട്ട് പോകാം എന്ന് തീരുമാനിച്ചു. വീഡിയോൻ്റെ ലെങ്ത്ത് ഒരുപാട് കൂടുതലായതുകൊണ്ട് ഇനിയുള്ള ഭാഗങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിലാണ് ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.